ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രിക്സ് ബാൻ. ഇറ്റ്സ് മീ അമിത്. ഗൈസ്, ഇപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ ഈ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നൊരു വ്ളോഗാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു പ്രോഗ്രാമാണ്. വേലയ്ക്ക് ഞാൻ പോകുന്നൊരു പ്രോഗ്രാമാണ്. അതായത് കൊച്ചിയിലാണ് നമ്മൾ പ്രോഗ്രാമിന് പോകുന്നത്. 3 ദിവസത്തെയാണ്. അതായത് ഇന്ന് പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് കൊറോണ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആണെന്നറിയോ, നമ്മുടെ ലാലേട്ടനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് എന്തുമാത്രം ഷുവറാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ലാലേട്ടൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അവസരം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കളയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ ലാലേട്ടനെ വന്നാലും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് ഷുവറൊന്നുമില്ല. കാരണം ലാലേട്ടനുള്ള ടൈമിൽ ഞങ്ങൾക്കും പ്രോഗ്രാം ആയിരിക്കും. എങ്കിലും മാക്സിമം ഈ വ്ളോഗിൽ ഞാൻ അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിലും ഈ നമ്മുടെ അമ്മമാരൊക്കെ രാത്രിയിൽ ഏഷ്യാനെറ്റിലെ സീരിയലൊക്കെ കാണത്തില്ലേ, അപ്പോൾ ഈ സീരിയലൊക്കെ വരുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടുപോകാം. ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ. EOC Tirumali. സോ ഗൈസ്, നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ട്രാവൻകൂർ കോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്രവവും പരിശോധനയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം നമ്മൾ സ്ഥലം നോക്കുകയാണെങ്കിൽ നല്ല നൈസ് സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സ്രവമൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ താമസിക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ എന്താണ് സംഭവം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് തരാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് ഈ എല്ലാ സ്ഥലമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില പോർഷൻസ് ഞാൻ കട്ട് ചെയ്യുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് 2 പേപ്പർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടെസ്റ്റ് നടത്തുന്നതിന് മുന്നേ ഈ സാധനങ്ങളൊക്കെ പൂരിപ്പിച്ച് കൊടുത്താലേ നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ടെസ്റ്റ് നടത്താൻ പോവാണ്. അപ്പോൾ ഈ ഒരു വിഷ്വൽസ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യും. കാരണം ഇവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസ് പുറത്ത് വിടരുതെന്ന്. അതുകൊണ്ട് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. എൻ്റെ സ്രവമൊക്കെ ഇപ്പോൾ എടുത്ത് കേട്ടോ. ഒരു കമ്പെടുത്തിട്ട് ഒരു ബഡ്സ് സാധനത്തും ആയാലും മൂക്കിലോ കുത്തും. ഒരു കുഴപ്പമില്ല. കുത്തുന്ന ടൈമിലൊരു വല്ലാത്തൊരു എഫക്റ്റാണ്. ഇപ്പം അങ്ങനെ നമുക്ക് അവിടെ വെളിയിൽ ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കുകയാണ്. നമുക്ക് അലൗഡ് ആവുന്ന സ്ഥലത്ത് പോയുള്ള വീഡിയോ മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ചില വിഷ്വൽസൊന്നും അലൗഡ് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തത്തില്ല. ഓക്കെ. സോ നമ്മുടെ സ്രവ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാക്കനാടുള്ള ഒരു ഹോട്ടലാണ് നമുക്ക് റൂമൊക്കെ. ഇവർ നമ്മുടെ ചങ്ക് ബഡീസാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിനി അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. വേഗം വന്നാൽ വേഗം പോകാം, അതാണ് ഇവിടെ അവസ്ഥ. ദാനം ചെയ്താൽ പുണ്യം കിട്ടും, അതാണ് ഇവിടെ അവസ്ഥ. ചിരിച്ചു നിന്നവർ തിരിഞ്ഞു കൊത്തും, അതാണ് ഇവിടെ അവസ്ഥ. അങ്ങനെ ഇപ്പൊ നമ്മള് നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഈ നിൽക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന റൂമിൽ 2 പേര് വെച്ചിട്ടൊക്കെയാണ്. AC ഒക്കെ ഉള്ളൂ കേട്ടോ. ഫുൾ സെറ്റപ്പാണ്. നല്ല 5 സ്റ്റാർ സെറ്റപ്പിലേക്കാണ്. അപ്പോൾ ഇനി 2 ദിവസം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. സംഭവം എന്താണ് കൊള്ളാം. നമുക്കിവിടെ TV ഉണ്ട്, സോഫ സെറ്റ്, ഡൈനിങ് സെറ്റ്, ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലൂടെ ജസ്റ്റ് പോയി നോക്കാം. ബാൽക്കണി ലോക്കാണ്. പിന്നെ തുറക്കാം. പിന്നെ കിച്ചൺ ഒന്നും നമ്മളാരും യൂസ് ചെയ്യാറില്ല. ഞാൻ പോലും വീട്ടിൽ കിച്ചണിൽ വല്ലതും കഴിക്കാനുണ്ടോന്നേ നോക്കാറുള്ളൂ. എല്ലാം കാലിയാണ്. ഒന്നിലും ഒരു സാധനമില്ല. അപ്പം എന്താണെങ്കിലും സംഭവം കൊള്ളാം. ഫുൾ സെറ്റപ്പാണ്. ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. ഫ്രിഡ്ജ് കണ്ടാൽ നമ്മൾ തുറക്കണമെന്നാണ്. ഫ്രിഡ്ജിന് ഒരു തേങ്ങാക്കൊലയില്ല. അപ്പോൾ എന്താണെങ്കിലും റൂം സെറ്റപ്പെല്ലാം എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം മീൻസ് ഇന്ന് രാത്രി നാളെ ഫുള്ളായിരിക്കും. റിസൾട്ട് വന്നിട്ടായിരിക്കും നമുക്ക് മറ്റന്നാളായിരിക്കും പ്രോഗ്രാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ ഉള്ള എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്കിനി അത് പരിപാടി എന്താണെങ്കിലും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ കൊറോണ ടെസ്റ്റ് വരുന്നത്. ഇവിടെ ആർക്കൊക്കെ ഉണ്ടെന്ന് ആർക്കൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ദിവസം വലിയ രസമൊന്നുമില്ലായിരുന്നു. വൈകുന്നേരം വരെ ചുമ്മാ ഒരു പണിയില്ലാതെ ഉറക്കം, ഫോണിൽ കുത്തൽ, ഭക്ഷണം, ഇത് മാത്രമായിരുന്നു നമ്മുടെ പരിപാടി. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ബോറടിച്ച് കുറേ നേരം ആ റൂമിൽ തന്നെ ഇരുന്ന് മുഷിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് അടുത്തേക്കൊക്കെ ഒന്ന് പോയി ഇറങ്ങാന്നേ. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു പെശ് വൈബ് സ്ഥലമെന്ന് തന്നെ പറയാം. കണ്ടോ, നല്ല തണലും നല്ലൊരു നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു പെശ് സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇപ്പം തന്നെ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ചേഞ്ച് എന്താണെന്നൊക്കെ ഞാൻ വെളിയിൽ പറഞ്ഞിട്ട് വരാം. എന്താണ്, ഞങ്ങൾ ഈ റൂം വിട്ട് പോവാണ്. അപ്പോൾ ഗുഡ് ബൈ. സോ ഗൈസ്, ഇതാണ് നമ്മൾ യാത്ര ചെയ്ത വണ്ടി. നല്ല സെറ്റപ്പ് സാധനമാണ്. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് കണ്ണൻ. ആർക്കെങ്കിലുമൊക്കെ ഓട്ടോ വരണമെങ്കിൽ ഞാൻ ആ നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്ത്. നമ്മുടെ പടനായകർ കടന്നു വരികയാണ്. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞില്ല, നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മുടെ പ്ലാനിൽ ഒരു വല്ലാത്തൊരു ചേഞ്ചിന് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനും ടൈമിങ്ങും ഫുള്ളും മാറിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നമുക്കൊരു പുലികളിക്ക് വന്ന ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ എവിടെ നിന്നാണ് വന്നത്? തൃശ്ശൂർ. എത്ര ആളായിട്ട് ചേട്ടൻ? അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണോ വന്നത്? നമ്മുടെ ചാനലിൽ വേറെ ചാനൽ ഒരു പുലികളിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊറോണയൊക്കെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കലകൾ വന്നിട്ടുണ്ട്. പുലികളി, വേലകളി, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ ഓരോ ടൈം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും പരിപാടി നാളെയായിരുന്നു, പക്ഷേ പെട്ടെന്നായിരുന്നു റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തന്നെ വേലളി ലുക്കിൽ കണ്ടിട്ടില്ല. ഇതാണ് ലുക്ക്. ഒരു സാധനം മിസ്സിംഗ് ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ പരിചയം ആളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്രോഗ്രാം തുടങ്ങാറായിട്ടുണ്ട്. അവിടെ സ്റ്റേജിലാണ് പ്രോഗ്രാം, എന്തോ ഷൂട്ടിംഗ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഞാൻ പറ്റുവാണെങ്കിൽ അതിനിടയ്ക്ക് മോഹൻലാലാണ് വരുന്നത്. ഉറപ്പൊന്നും പറയുന്നില്ല, കാരണം ഒന്നാമത്തെ കാര്യം കൊറോണയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റിയിലായിരിക്കും അദ്ദേഹം വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്ക് പോകുന്നത് മെനക്കെടാണ്. അപ്പോൾ തന്നെ ഞാൻ നോക്കി ടാറ്റ. ഗൈസ്, ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്. ഇത് ഒരു നോർമൽ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല, ഒരു ഗ്രീൻ സ്ക്രീൻ സെറ്റപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് കലാരൂപങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഒരേ ടൈമിൽ, ഒരു സെയിം ടൈമിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു പെർഫോമൻസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കൊറോണയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പല കലാരൂപങ്ങളെ പലതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവരെ ലാസ്റ്റ് ഈ ഗ്രീൻ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് അവരുടെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒറ്റ സ്ക്രീനിൽ വരുന്ന രീതിയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ലാലേട്ടനും നമ്മുടെ ഇടയ്ക്ക് തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതാണ് കുറേ കൂടെ സേഫായിട്ടുള്ളത്. അപ്പോൾ വലിയ മൂവിയുടെയൊക്കെ സെറ്റപ്പാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്.
ഈ ഒരു രീതിയിലാണ് നമ്മളവിടെ പെർഫോം ചെയ്തത്. പക്ഷേ എന്താണ് പെർഫോം ചെയ്തതെന്ന് ഞങ്ങളിവിടെ കാണിക്കുന്നില്ല, കാരണം അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ഷോർട്സ് ഒന്നും പുറത്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നത്. നമ്മുടെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം ഒന്നൊരു ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതായത് നമ്മളെ ഒരു പച്ചപ്പായ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത് നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഒരു പച്ച സ്ക്രീനിൽ നമ്മളെ കൊണ്ടുവരുത്തിട്ട് ഉള്ള പരിപാടിയൊക്കെ ചെയ്ത് അന്ന് അഭിനയിച്ചിട്ടുണ്ട്, അഭിനയ സിംഹം. അപ്പോൾ എന്താണെന്ന് എല്ലാവരും തന്നെ പൊളിച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മളെ എവിടെ കൊണ്ട് നിർത്തും എന്നാണോ, ചിലപ്പോൾ കടലിലോ ഹിമാലയത്തിൻ്റെ വെള്ളമൊക്കെയായിരിക്കും ഞങ്ങളെ കൊണ്ട് നിർത്തുക. അപ്പോൾ തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. അത് കഴിഞ്ഞൊന്നും സംഭവിച്ചില്ല ഗൈസ്. എല്ലാവരും പരിപാടി കഴിഞ്ഞ് പാക്കൊക്കെ ചെയ്ത് അവരവരുടെ വീട്ടിലേക്ക് പോയി. ഇന്നലെ ഞങ്ങൾ 1:30 കഴിഞ്ഞിട്ടാണ് അവിടെ മാത്തൂർ വേലകൾ അവിടെ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1:45 അപ്പോൾ എൻ്റെ വീട്ടിലെത്തി. പിന്നെ നേരെ കൈയും കാലമൊക്കെ കഴുകിയിട്ട് നേരെ കയറാൻ കിടക്കുമായിരുന്നു. ഇപ്പം രാവിലെ എഴുന്നേച്ചുള്ളൂ. ഇപ്പോൾ ടൈം എത്ര ആയിട്ടുണ്ട്? 1:07 ആയിട്ടുണ്ട്. 1 മണി ആയിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് എഴുന്നേച്ചത്. ഏകദേശം 12 മണിക്കൂറോളം കിടന്നുറങ്ങി. അപ്പോൾ എന്താണേലും ലാലേട്ടനെ കാണിച്ചു തരാമെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ എം റിയലി സോറി. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സെക്യൂരിറ്റിയിലാണ്. ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റിയിലാണ് ഓരോ കാര്യങ്ങളും നടന്നിരുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ഓരോരോ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതും ഭയങ്കര സെക്യൂരിറ്റിയിലായിരുന്നു. അപ്പോൾ ലാലേട്ടനെ നമുക്ക് പറയണ്ടല്ലോ, ഭയങ്കര സെക്യൂരിറ്റിയിലായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെയ്ത അതേ സെറ്റപ്പിൽ തന്നെ ലാലേട്ടൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷോർട്സും കാര്യങ്ങളും കഴിഞ്ഞു. അദ്ദേഹം പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആർക്കും പോയി കാണാനുള്ളൊരു അവസരമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ റിയലി സോറി. പക്ഷേ ഞാൻ സ്റ്റുഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ. ഒരുപാട് എങ്ങനെ പോലും ലക്ഷങ്ങളോളം വരും ആ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിന്. വലിയ വലിയ ലക്ഷം കണക്ക് പൈസയുടെ ക്യാമറയൊക്കെയാണ് നമ്മളവിടെ കണ്ടത്. സോ വലിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. അതായത് കൊറോണയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നിരുന്നു ഇന്നലെ. ആ ഒരു ടൈം ഇടയ്ക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നാണ് ഞങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ പെട്ടെന്ന് ഒന്ന് പറയണ്ട റെഡി ആയിക്കോ, നമ്മളെ ഷോർട്സ് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റെഡി ആയതുകൊണ്ട് എനിക്ക് ഇന്നലെ ഒന്നും പറയാൻ പറ്റില്ല ധൃതിയിൽ. അതുകൊണ്ട് ഇന്ന് പറയാൻ പോവാണ്. എൻ്റെ കൊറോണയുടെ ടെസ്റ്റ് വന്നിട്ടുണ്ട്, എൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങളോട് എനിക്ക് പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അത്. എടാ എന്തിനാണോ നീ ഷോ ഇറക്കുന്നത്? നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഇന്നെ പോലെ പൊട്ടനൊന്നും അല്ല, അവർക്കറിയാം സംഭവം എന്തുവാന്ന് കേട്ടോ. ഗൈസ്, ഞാൻ തോറ്റുപോയി. കൊറോണയുടെ പരീക്ഷയിൽ ഞാൻ നല്ല നൈസായിട്ട് തോറ്റിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന ആ 9 പേരും, എൻ്റെ കൂടെ വന്ന ആ 8 പേരും തോറ്റുപോയിരിക്കുകയാണ്. അതായത് നമ്മുടെ കൊറോണ റിസൾട്ട് നെഗറ്റീവാണ്. ഇതുവരെ ഈ നിലവിൽ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നിടം വരെ എനിക്ക് കൊറോണ ഇല്ല ഗൈസ്. ആരും എനിക്ക് കൊണ്ടുതരായിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുക. കൊറോണ കഴിയുന്നിടം വരെ ഇരിക്കുക. അത് കഴിഞ്ഞാലും ഇരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് മാത്തൂർ വേലകളി സംഘത്തിനോട് പറയാനുണ്ട്. തിരിഞ്ഞുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ ഇതുപോലെയൊക്കെ വ്ലോഗ് ചെയ്യുമ്പോൾ പേഴ്സണലി എന്നെ അറിയാവുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കളിയാക്കാറാണ് സാധാരണയായിട്ട്. ഞാൻ ഇവിടെ വ്ലോഗ് ചെയ്യാമെന്ന് മനസ്സിൽ ആദ്യമേ ചിന്തിച്ചപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഞാൻ ചെല്ലുമ്പോൾ എന്താണ് ഇവരെന്നെ കളിയാക്കും, ഭയങ്കര കളിയാക്കലും ഓളലൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും ഞാൻ വീഡിയോ എടുക്കും, ആരൊക്കെ എന്തൊക്കെ പറയാനും ഞാൻ വീഡിയോ എടുക്കും, കാരണം ഐ ഡോണ്ട് കെയർ. പക്ഷെ എങ്കിലും കളിയാക്കുമെന്നൊക്കെ പ്രതീക്ഷയാണ് ഞാൻ പോയെങ്കിലും ഇവരങ്ങനല്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ചെറുതായിട്ട് നമ്മുടെ ഒരു ചങ്ക് മൈൻഡിൽ ചെറിയൊരു രീതിയിൽ ആക്കിയെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഇവർ തന്നെ. ഞാൻ പ്രതീക്ഷ പോലൊന്നുമല്ല, നല്ലൊരു സപ്പോർട്ട് എന്നൊരു ടീമായിരുന്നു. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം നല്ലൊരു ടീമിൻ്റെ കൂടെ എനിക്ക് പ്രോഗ്രാമിന് പോകാൻ പറ്റി. കാരണം ഇതുപോലത്തേക്ക് ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഇവരൊക്കെ എനിക്ക് സപ്പോർട്ട്. ഞാൻ പുറത്തുപോയി വ്ലോഗ് ചെയ്തപ്പോഴും സാധാരണ എന്താണ് പറയുന്നത്, ഇവന് വട്ടാന്നൊക്കെ പറയേണ്ട സമയത്ത് ഇവരെനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നു. എനിക്ക് കുറേ കൂടെ ഐഡിയാസ് തന്നു, നീ ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് സജഷൻസ് തന്നു. അപ്പോൾ അതെനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ലെങ്കിലും വിഷ്ണു സതീഷ് ചേട്ടൻ, രാഹുൽ ചേട്ടൻ, അജയ് ചേട്ടൻ, അബിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈവൻ നമ്മുടെ വണ്ടി ഓടിച്ചു വന്ന കണ്ണൻ ചേട്ടനാണെങ്കിൽ പോലും ഇടയ്ക്കത്തെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ ഷോട്ട്സൊക്കെ എടുത്ത ആ ചേട്ടനൊക്കെയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയ മാത്തൂർ വേലകളി സംഘത്തിനും ഹൃദയം നിറഞ്ഞുകൊണ്ട് നന്ദിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു വേലകളിയെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐതിഹ്യങ്ങളെയൊക്കെ പറ്റി ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് കാലം മുന്നേ പ്ലാൻ ചെയ്തിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കൊറോണ വന്നുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിന് പോയപ്പോൾ അവരും പറഞ്ഞു, നിന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ കൂടെ എടുത്ത് ചെയ്യുക, നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ ഉടനെ ഇടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കുറച്ച് വേലകളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കിടക്കാനാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നാലും അത് നിങ്ങൾ ജസ്റ്റ് മൈൻഡ് വെച്ചിരിക്കുക.
പറ്റുവാണെങ്കിൽ അടുത്തൊരു ഉത്സവം ടൈമിൽ എന്താണ് അടുത്ത വർഷമേ ഉള്ളൂ എന്നാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോയും കൂടെ ഇറക്കാം. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സപ്പോർട്ടിന് വളരെ 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 വലിയൊരു താങ്ക്സ് ഉണ്ട്. അതുമാത്രമല്ല ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, ഇന്ത്യയുടെ 74ാമത്തെ സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ വീഡിയോ ഇത്തിരി ലേറ്റഡാണ് വരുന്നതെങ്കിലും എൻ്റെ വക എല്ലാവർക്കും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ആ ബെല്ലൈക്കണൊക്കെ അമർത്തി നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ആക്കി സപ്പോർട്ട് ചെയ്യണമാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ടും കൂടി രേഖപ്പെടുത്തുക. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ kishan.amit എന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ദിസ് ഈസ് അമിത് സൈനിങ് ഔട്ട് ആൻഡ് ഗുഡ് ബൈ.